ഈ വീഡിയോയിൽ ഇറാൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അവർക്ക് 47ാമത്തെ IRGCയുടെ ഗവൺമെൻറ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട സെലിബ്രേഷനാണ്, ആനിവേഴ്സറിയാണ് അവിടെ നടക്കുന്നത്. ഒരു സൈഡിൽ ആനിവേഴ്സറിയും അതുപോലെ തന്നെ അവരുടെ സെലിബ്രേഷനൊക്കെ നടക്കുന്നത്. അതേസമയം മറ്റൊരു സൈഡിൽ റെസിഡൻഷ്യൽ ഫ്ലാറ്റുകളുടെ ഉള്ളിൽ നിന്നും ആൾക്കാർ ജനലൊക്കെ തുറന്നിട്ടുകൊണ്ട് ആയത്തുൽ ഖമനേയ്ക്ക് എതിരെയുള്ള സ്ലോഗൻസ് ആണ് മൊത്തത്തിൽ പറയുന്നത്. അപ്പോൾ ആ രണ്ട് തരത്തിലുള്ള വീഡിയോ ഞാനിവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ആയത്തുൽ ഖമനേയ്ക്ക് എതിരെയുള്ള സ്ലോഗൻസ് അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതേപോലെ IRGCയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട്, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. രണ്ട് സൈഡിലും ആൾക്കാരുണ്ട്. ഇത് ഇറാൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഈ സെലിബ്രേഷന് ശരിക്കും IRGC അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്. അതായത് അമേരിക്ക, നിങ്ങൾ നോക്കി കാണുക, ഞങ്ങളുടെ രാജ്യത്തിനുള്ളിൽ ഒരു പ്രശ്നങ്ങളുമില്ല, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആയത്തുൽ ഖമനേയി IRGCക്ക് സോളിഡാരിറ്റി പ്രഖ്യാപിക്കാൻ എല്ലാവരും വരണം എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരുപാട് ജനങ്ങൾ IRGCക്ക് സോളിഡാരിറ്റിയുമായിട്ട് ഇറാൻ്റെ ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അമേരിക്കയെ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ, ബിൽഡപ്പ് ചെയ്ത കംപ്ലീറ്റ് ന്യൂക്ലിയർ ഫെസിലിറ്റി ഉണ്ടല്ലോ, അതായത് നറ്റാൻസ് ആയിക്കോട്ടെ, ഫാർദോ ആയിക്കോട്ടെ, ഇഷ്ഫഹാൻ ആയിക്കോട്ടെ, അപ്പോൾ ഈ മേഖലകളെല്ലാം ഇപ്പോൾ ഇവർ എന്താണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ, ഈ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റി എല്ലാം തന്നെ ഇവർ പുതിയ മണ്ണ് കൊണ്ട് മൂടിയിരിക്കുകയാണ്. അതായത് ഇവർ ലോഡ് കണക്കിൽ മണ്ണ് കൊണ്ടുവന്ന് ഈ സ്ഥാപനങ്ങൾക്ക് മേളിലെല്ലാം തന്നെ കവർ ചെയ്തിരിക്കുകയാണ്. ഈ സാറ്റലൈറ്റ് ഇമേജറിയിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പൈ എയർക്രാഫ്റ്റുകളിലൂടെയോ ഇത് ഇമേജ് ക്യാപ്ചർ ചെയ്ത് അത് കൃത്യമായിട്ട് മെഷർ ചെയ്ത് ആക്രമണങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ള ഒരു ധാരണ, ആക്രമണങ്ങൾ നടത്താൻ വിടരുത് എന്നുള്ളൊരു മുൻധാരണ ഇറാൻ വന്നിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇറാൻ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ മണ്ണ് വെച്ച് അടച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓപ്പണിംഗ് ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് എയർ ഹോൾസ് മാത്രമാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതായത് പണ്ടത്തെ പോലെ ഇതിൻ്റെ ഡ്രൈവ് ഇൻ റൂട്ട്, ഡ്രൈവ് ഔട്ട് റൂട്ട്, അതായത് എൻട്രി എക്സിറ്റ് പോയിന്റ്, ഇതൊന്നും തന്നെ മനസ്സിലാകാത്ത രീതിയിൽ ഇവരെ ലോഡ് കണക്കിൽ മണ്ണ് കൊണ്ടുവന്ന് ഈ സ്ഥാപനങ്ങൾക്ക് മേളിൽ തട്ടി അതിനെ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് മേളിൽ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല, ഡെസേർട്ട് പോലെ തന്നെ തോന്നിപ്പിക്കും. ആ അവസ്ഥയിലേക്ക് ആക്കിയിരിക്കുകയാണ്. കാരണം എന്താണ്? അമേരിക്ക ആക്രമിക്കും എന്നുള്ളൊരു പേടി. ആ പേടിയിലാണ് ഈ പ്രവൃത്തി ഇറാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫൂട്ടേജസാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. നെതന്യാഹു അമേരിക്കയിൽ സ്റ്റീവ് വിറ്റ്കോഫിനെയും ജറാദ് കുഷ്ണറെയും, ആരാണോ ഒമാനിൽ വെച്ചിട്ട് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചിയുമായിട്ട് ചർച്ച നടത്തിയത്, ആ വ്യക്തികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതായത് നെതന്യാഹുവിൻ്റെ ഭാവം എന്താണെന്ന് അറിയാം. നെതന്യാഹുവിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ത് സംസാരിക്കാനാണ് അവിടെ പോയത്, എന്തിന് സംസാരിക്കാൻ പോയി, നേരിട്ടങ്ങ് അടിച്ചാൽ പോരായിരുന്നോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. കാരണം ദിവസേന ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് തന്നെ 2000 ഉണ്ടായിരുന്നാണ് പറയുന്നത്. ഇപ്പോൾ 10,000 ബാലിസ്റ്റിക് മിസൈൽസ് അവരുടെ പക്കലുണ്ടാവും. ഇപ്പോൾ ഇമാതിരി അവർ മിസൈലുകളുടെ എണ്ണം ഇത്തരത്തിൽ അവരുടെ മിസൈലുകളുടെ എണ്ണം എവറി ഡേ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇറാൻ്റെ അടുത്ത് പോയിട്ട് നെഗോസിയേഷൻ ഇരിക്കുന്നത്. എന്ത് ന്യൂക്ലിയർ ഡീലാണ്? ഒരു ന്യൂക്ലിയർ ഡീലിൻ്റെ ആവശ്യമില്ല, നേരിട്ടങ്ങ് അടിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്, നിങ്ങൾ അടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടിക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് അഭിമാന പ്രശ്നമാണ്. പക്ഷേ ട്രംപിന് ശരിക്കും ഉത്തരം കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇല്ലെങ്കിൽ ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറും അമേരിക്കയുടെ ഉള്ളിൽ. കാരണം ഓൾറെഡി തന്നെ ഇറാഖിൽ പണ്ട് ആക്രമണത്തിന് പോയതിനെ ചൊല്ലി ഇസ്രായേലിൻ്റെ മേലിലൊരു ബ്ലെയിം ഉണ്ട് അവിടെ അമേരിക്കയുടെ ഉള്ളിൽ. ഇസ്രായേൽ പറഞ്ഞിട്ടാണ് അവിടെ ന്യൂക്ലിയർ ബോംബുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അടിച്ചത്. അതേപോലെ ലിബിയയിൽ പോയത്, ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് അവിടെയൊക്കെ പോയി അറ്റാക്ക് നടത്തിയത് എന്നുള്ളൊരു ധാരണയുണ്ട് അവിടെ. അപ്പോൾ ആ ഒരു വിഷയം നിലനിൽക്കെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇറങ്ങണ്ട എന്നാണ് ഒരു കൂട്ടരുടെ അഭിപ്രായം. അപ്പോൾ അതിനെ ചൊല്ലി തർക്കങ്ങളുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് ട്രംപ് ഇതിനു വേണ്ടിയിട്ട് പണം മുടക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൈസയുമായിട്ട് ബന്ധപ്പെട്ട ലയബിലിറ്റി തർക്കങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. ട്രംപിന് സ്വിറ്റ്സർലാൻഡുമായിട്ട് ഒരു പിണക്കം. സ്വിറ്റ്സർലാൻഡ് ഫോൺ വിളിച്ചപ്പോഴത്തേക്കും വളരെ റൂഡായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ താരിഫ് 39%, അവരുടെ താരിഫ് 39% ആക്കിയിരിക്കുകയാണ്. അവരുടെ സംസാര ശൈലി ശരിയല്ല എന്നാണ് പറയുന്നത് ട്രംപ്. അവർക്ക് സംസാരിക്കാൻ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 39, അവർക്ക് ഒരു 39% ഇരുന്നോട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വിറ്റ്സർലാൻഡിന് അവരുടെ താരിഫ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ട്രംപ് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ താരിഫ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രംപിനെ വിളിക്കുക, വളരെ മര്യാദയ്ക്ക്, സാർ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, വല്ലവനാണ് നല്ലവനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ താഴ്മയോടെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണോ വില്ലേജ് ഓഫീസിൽ അപേക്ഷിക്കുന്നത്, എങ്ങനെയാണോ നമ്മൾ പല ഗവൺമെൻറ് സർക്കാർ ഓഫീസുകളിലും അപേക്ഷിക്കുന്നത്, താഴ്മയായിട്ട് അപേക്ഷിക്കുക. അങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ട്രംപ് ഒരു പക്ഷേ കനിഞ്ഞേക്കാം താരിഫ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ട്രംപിൻ്റെ സ്ഥിരതയില്ലാത്ത സ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുന്നതിൽ ഇസ്രായേൽ നമ്പർ 1 ആണ്. ഇസ്രായേലിന് തന്നെ ഈ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ട്രംപിൻ്റെ ഒരു അൺസർട്ടനിറ്റി. ഇന്ന് പറയുന്നതല്ല നാളെ. ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഇന്ന് 2 ദിവസം നമ്മൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തതുപോലെ തോന്നിക്കും. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം പോകുമ്പോഴത്തേക്കാണ് കാര്യം മനസ്സിലാകുന്നത്. അത് ടോട്ടലി നമ്മളുടെ പ്ലാറ്റ്ഫോം, അത് ടോട്ടലി നമ്മളുടെ സൈഡിൽ നിന്നും തിരിഞ്ഞ് നമുക്കെതിരെ ആയിട്ടുണ്ടാവും.
അതാണ് ട്രംപിൻ്റെ ഒരു സ്വഭാവം. ട്രംപിൻ്റെ ക്യാരക്ടർ ആർക്കും തന്നെ പിടികിട്ടാത്ത ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതൽ നമ്മൾ ഗവേഷണം നടത്തിയിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തെളിവ് സഹിതം നമുക്ക് കൈയോടെ പിടികൂടിയത് റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപിൻ്റെ നിലപാടുകളാണ് ഏറ്റവും കൂടുതൽ മലക്കം മറിഞ്ഞ് ഇങ്ങനെ മാറിയും തിരിഞ്ഞ് ഭയങ്കര വേവ് ഫോർമാറ്റ് ആയിരുന്നു. ഇപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് തുടരുന്നത്. ഇപ്പോഴും ട്രംപ് റഷ്യയുടെ സൈഡാണോ അല്ലെങ്കിൽ ഉക്രൈൻ്റെ സൈഡാണോ എന്നുള്ളത് ഒരു രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ട്രംപിന്റെ ഓരോ നീക്കങ്ങൾ. അതുപോലെ ഇറാന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നെതന്യാഹു, നിങ്ങൾ ഈ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പം നിലവിലൊന്നും നിങ്ങൾ ചെയ്യരുത്, തൽക്കാലം വെസ്റ്റ് ബാങ്ക് കുറച്ച് നിർത്തിവെക്കുക എന്നാണ് ട്രംപ് നെതന്യാഹുവിന് കൊടുത്തിരിക്കുന്ന ഉപദേശം. കാരണം അറബ് രാജ്യങ്ങളുടെ സൈഡിൽ നല്ല പ്രഷറുണ്ട്. അത് ഈ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങൾക്ക് നല്ല ആശങ്കയുണ്ട്. കാരണം അവിടെയുള്ള അലക്സ എന്ന് പറഞ്ഞ ഒരു മോസ്ക്, ആ മോസ്ക് ഇരിക്കുന്ന സ്ഥലം ഇസ്രായേൽ തട്ടിയെടുക്കും, അവിടെ അവരുടെ ടെമ്പിൾ മൗണ്ട് പണിയും എന്നുള്ള രീതിയിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അറബ് രാജ്യങ്ങൾ അവിടെ കർശനമായ രീതിയിൽ ഇടപെടും. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോർ ഇഷ്യൂ ആണ് ഇസ്രായേൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിലവിൽ അത് ജസ്റ്റ് കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ. പക്ഷേ ഇവിടെ ഇത്താമർ ബെൻ ഗിവീർ, അതേപോലെ ബെസായൽ സ്മൂട്രിച്ച്, ഇവരൊക്കെ എത്രയും വേഗം അലക്സ മോസ്ക് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞ് വിചാരിക്കുന്ന ഫാർ റൈറ്റ് ചിന്താഗതിയുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഞാൻ പറഞ്ഞ വ്യക്തികളൊക്കെ. ഈ ഫാർ റൈറ്റ് പാർട്ടികളുടെ പിന്തുണ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നയതന്ത്രപരമായി ഡിപ്ലോമാറ്റിക്കലി നിലപാടെടുത്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഉള്ളത്. ഇതാണ് യാഥാർത്ഥ്യം. അല്ലാതെ നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ നിൽക്കത്തൊന്നുമില്ല. നെതന്യാഹു പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നെതന്യാഹുവിൻ്റെ കൺട്രോളിലുള്ള കാര്യമല്ല ഈ വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ എന്ന് പറയുന്നത്. അതിന് അവിടെ എക്സ്പാൻഷന് ഒരു സെപ്പറേറ്റ് കമ്മിറ്റി തന്നെയുണ്ട് ഇസ്രായേലിൻ്റെ ഉള്ളിൽ. നമ്മുടെ നാട്ടിലൊക്കെ പല മിനിസ്ട്രി ഉണ്ടല്ലോ, ആഭ്യന്തര വകുപ്പ്, അതേപോലെ തന്നെ പൊതുമരാമത്ത് എന്നൊക്കെ ഉണ്ടല്ലോ. അതേപോലെ അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു മിനിസ്ട്രി തന്നെ ഉണ്ട് ഈ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ ഉള്ളിൽ. അത് ആക്ഷൻ പ്ലാൻ അവരുടെ കയ്യിലുണ്ട്. അവർ ഓൾറെഡി അതിൻ്റെ ബില്ലൊക്കെ പാസ്സാക്കി വെച്ചിരിക്കുകയാണ്. അത് മുന്നോട്ട് തന്നെ പോകും. കാനഡയിൽ ബ്രിട്ടീഷ് കൊളംബിയയിൽ ആ ഏരിയയിൽ ഒരു ഷൂട്ട് ഔട്ട് സ്കൂളിലാണ്. ഒരുത്തൻ ഗണ്ണുമായിട്ട് കയറി വന്ന് സ്കൂൾ കുട്ടികൾ, 8ാം ക്ലാസ് പഠിക്കുന്ന സ്കൂൾ കുട്ടികൾക്ക് നേരെ വെടിവെച്ച് 10 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ. ആരെങ്കിലും ഇങ്ങനെ കൊച്ചു കുട്ടികളെയൊക്കെ പോയി ഇങ്ങനെ വെടിവെച്ച് കൊല്ലുമോ? ഇനി അത് കഴിഞ്ഞിട്ട് UK വന്നു കഴിഞ്ഞാൽ UK സ്കൂളിൽ ഒരു 12 വയസ്സുള്ള ഒരു സ്റ്റുഡൻറ്റ് 13 വയസ്സുള്ള ഒരു സ്റ്റുഡൻറ്റിനെ കത്തി കൊണ്ട് കുത്തി. സംഭവം വേറെ ഒന്നുമില്ല, ഈ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഈ ഒരു സ്ലോഗൻ പറഞ്ഞുകൊണ്ടാണ് ഈ 12 വയസ്സുള്ള വിദ്യാർത്ഥി 13 വയസ്സുള്ള വിദ്യാർത്ഥിയാണ് കുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ ആ 13 വയസ്സുകാരനെ ഇപ്പം ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതായത് ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് തരം മാനസികാവസ്ഥയാണ്. അതായത് ഈ മതപരമായിട്ടുള്ള വികാരങ്ങളൊക്കെ ഇച്ചിരി കുറച്ച് പഠിപ്പിക്കുക കുട്ടികൾക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് ഏത് മതമായിക്കോട്ടെ, എല്ലാ മതവും ഈ മതപരമായ വികാരം ഒരു പരിധിക്ക് കൂടുതൽ നല്ലതല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. സ്കോട്ട് ബെസന്റ് ഇന്ന് ഹിളിംബിയൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമില്ല, ഞങ്ങൾ ചൈനയുമായിട്ട് ഒരു വ്യാപാര കരാറിലേക്ക് പോവാണ്, അത് ചൈനയുമായിട്ട് ട്രേഡ് എഗ്രിമെൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഇത് കണ്ട് നിങ്ങളാരും വലിയ രീതിയിൽ ചിന്തിക്കരുത്. നമ്മളാരും ചിന്തിക്കുന്നില്ല. നിങ്ങൾ എഗ്രിമെൻറ്റിലേക്ക് പോകുമോ, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 0% താരിഫ് വേണമെങ്കിൽ ആക്കിക്കോ ചൈനയുമായിട്ട്, ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. ആരാണ് വിചാരിക്കുന്നത് ഞങ്ങൾ ചൈനയുമായിട്ട് ഒരു കോമ്പറ്റീറ്റർ മാനറിലാണ് എഗ്രിമെൻറ്റിന് പോകുന്നത്, ഇനി അത് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരെല്ലാം ചൈനയുമായിട്ട് കൂടുതൽ പോയി സഹകരിക്കേണ്ട എന്ന് പറയുന്ന രീതിയിൽ മറ്റുള്ളവരുടെയൊക്കെ കാല് പിടിച്ചുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ ചൈനയുമായിട്ട് ഒരു ട്രേഡ് എഗ്രിമെൻറ്റിലേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡ് എഗ്രിമെൻറ്റ് എന്താണ്, അതിൻ്റെ ചർച്ചകൾ എന്താണെന്നുള്ളതൊക്കെ ഇനി ഡേ ബൈ ഡേ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും. പക്ഷേ അവരുടെ മാനസികാവസ്ഥ മനസ്സിലായല്ലോ. അവർക്ക് തന്നെ അറിയാം അവർ ചെയ്യുന്നത് അത്ര നല്ല പരിപാടിയല്ല. ഗ്ലോബലി തന്നെ അത് വേറൊരു ഇമേജ് അമേരിക്കയ്ക്ക് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സ്കോട്ട് ബെസന്റ് ഈ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. ചമ്മി നാറി ഇരിപ്പുണ്ട്. The US-China relationship now is in a very comfortable place. We are going to be rivals, but we want the rivalry to be fair. We do not want to decouple from China, but we do need to de-risk. When I talked about at the beginning, when I talked about our 2 G20 initiatives, the first is growth, but then the second is retaking sovereignty in strategic industries, whether it's critical minerals, whether it's semiconductors, medicines. The U.S., as we saw during COVID, very dependent on China for medical supplies. So I think we can have a very productive relationship
but we're always going to be competitors. And I'm of the view that competition makes you better, keeps you from stagnating. And I'm convinced that the U.S. is winning the AI race. We have the technological lead. But in the long run, China must rebalance. യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക 4 മില്യൺ ഞങ്ങൾക്ക് പേ ചെയ്യാനുണ്ട്. ആ എമൗണ്ട് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ശമ്പളം കൊടുക്കാനും അതുപോലെ UN-ഉമായിട്ട് ബന്ധപ്പെട്ട ചെലവുകൾക്കൊക്കെ പൈസ വേണം. അപ്പോൾ അതുകൊണ്ട് ആ എമൗണ്ട് എങ്ങനെയും കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലത് എന്നുള്ളൊരു മെസ്സേജ് അമേരിക്കയ്ക്ക് പാസ് ചെയ്തിട്ടുണ്ട്. അതായത് ട്രംപ് 4 മില്യൺ UN ഉടനെ തന്നെ ഇപ്പോൾ കൊടുക്കും, ഉടനെ റെഡി ആയിട്ടിരുന്നാൽ മതി. അല്ലാതെ അമേരിക്ക കൊടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അമേരിക്ക ശരിക്കും ഇസ്രായേലിൻ്റെ വിഷയത്തിൽ UNR വിളിയെ വൺ സൈഡ് കാണിച്ചു എന്നുള്ള ഒരു പാർഷ്യാലിറ്റി കാണിച്ചു എന്നുള്ള ഒരു നിലപാടാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ആ വെസ്റ്റേൺ രാജ്യങ്ങൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ഉടനെ ഒന്നും പൈസ കൊടുക്കൂല. അമേരിക്ക വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ കൊടുക്കുന്നില്ല, പിന്നെയല്ലേ ഇപ്പം UN-ലേക്ക് 4 മില്യൺ. അമേരിക്കയെക്കുറിച്ച് അമേരിക്ക ഒരു പൈറേറ്റ്സിനെ പോലെയാണ് പെരുമാറുന്നത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് മെക്സിക്കോയുടെ ക്ലാഡിയ ഷെൻബാം പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഫ്ലൈറ്റുകളായിക്കോട്ടെ, അതേപോലെ തന്നെ ഞങ്ങളുടെ ഷിപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഞങ്ങളുടെ കടൽ മാർഗമുള്ള ചരക്ക് നീക്കമായിക്കോട്ടെ, ഇതെല്ലാം അമേരിക്ക അമേരിക്ക കടൽ കൊള്ളക്കാരെ പോലെയാണ് ഞങ്ങളെ പരിശോധിക്കുന്നത്. ഇതിലുപരിയായിട്ട് ക്യൂബയ്ക്ക് ഒരു രീതിയിലുള്ള സഹായങ്ങളും ചെയ്യാൻ കഴിയുന്നില്ല, ഒരു രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷനും അങ്ങോട്ട് അനുവദിക്കുന്നില്ല. അപ്പോൾ ശരിക്കും ക്യൂബ ജനങ്ങൾ ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ പട്ടിണി കിടക്കേണ്ടി വരും. അതാണ് സാഹചര്യം. ആ അവസ്ഥയിലേക്ക് ക്യൂബയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ ഇത്തരത്തിലുള്ള നിരോധനമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ച് ഇപ്പം മെക്സിക്കോയുടെ പ്രസിഡന്റ് ക്ലാഡിയ ഷെൻബാം ഈ സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പം ചൈനയെ തുടർന്ന് ഇപ്പം മെക്സിക്കോയും ക്യൂബയ്ക്ക് വേണ്ടിയിട്ടുള്ള വോയിസ് ഉയർത്തിയിരിക്കുകയാണ്. മോൾഡോവ ഉക്രൈന് 7 ലക്ഷം യൂറോ അവർ ഒരു എയ്ഡ് കൊടുത്തിരിക്കുകയാണ്. അതിൽ സെലൻസ്കി ഭയങ്കര ഹാപ്പിയാണ്. ഉടനെ തന്നെ മിലിറ്ററി ട്രൂപ്പുകളെയൊക്കെ വിളിച്ച് ചായയും പരിപ്പുവടയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പെട്ടെന്ന് റെഡി ആയിരിക്കുകയാണ്. അതായത് വീണ്ടും നമ്മൾ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് യുദ്ധം നയിക്കണം. റഷ്യ കയറിപ്പിടിച്ച സ്ഥലങ്ങളൊക്കെ ഉടനെ തന്നെ വെട്ടിപ്പിടിക്കണം, പിടിച്ച് നമ്മൾ ശക്തിയോടെ മുന്നോട്ട് നീങ്ങണം എന്നുള്ള ഒരു പ്രചോദനം കൊടുത്തിരിക്കുകയാണ്. ഇന്നൊരു സ്പീച്ച് ഉണ്ടായിരുന്നു സെലൻസ്കിയുടെ. ഇപ്പോൾ 7 ലക്ഷം യൂറോ കിട്ടിയല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു എനർജി. മോൾഡോവ എന്തോ ഭയങ്കര കാശുകാരാണെന്നുള്ള രീതിയിൽ അവർ പൈസ കൊണ്ട് അങ്ങോട്ട് കൊടുത്തിരിക്കും. മോൾഡോവയ്ക്ക് തന്നെ ഹെൽപ്പ് വേണ്ട സാഹചര്യത്തിലാണ് മോൾഡോവ ഉള്ളത്. ഇനിയിപ്പം ഈ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് പൈപ്പ് ലൈനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉക്രൈൻ ഉണ്ടാക്കുമോ എന്നുള്ളൊരു പേടിയാണോ നമുക്കറിയില്ല. എന്തായാലും 7 ലക്ഷം യൂറോ അവർ കൈമാറിയിട്ടുണ്ട്. സെലൻസ്കി ആണെന്നുണ്ടെങ്കിൽ ഇലോൺ മസ്കിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് ഉക്രൈൻ്റെ ബോർഡർ ഏരിയയിലായിക്കോട്ടെ, ഉക്രൈൻ്റെ ഉള്ളിൽ അൺരജിസ്റ്റേർഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാർ ലിങ്ക് കണക്ഷൻസും ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ഇലോൺ മസ്ക് സ്റ്റാർ ലിങ്കിൻ്റെ കണക്ഷൻ വിഡ്രോവൽ ചെയ്തിട്ടുണ്ട്. ഈ ഉക്രൈൻ്റെ ഉള്ളിൽ അൺരജിസ്റ്റേർഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാർ ലിങ്കിൻ്റെ കണക്ഷൻസും ഓഫ് ചെയ്തിരിക്കുകയാണ്. അതിനെ തുടർന്ന് ഞങ്ങൾക്ക് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. യുദ്ധത്തിൽ ഞങ്ങൾ കുറച്ചുകൂടെ ഇപ്പം ശക്തരായി മുന്നോട്ട് പോകാണെന്ന് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ സെലൻസ്കി പറയുന്നുണ്ട്. അതിനെ തുടർന്ന് ഞാൻ മാപ്പ് എടുത്ത് പരിശോധിച്ചപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഇപ്പോൾ ഇതിനകത്ത് പിങ്ക് കളറിലുള്ളതെല്ലാം തന്നെ റഷ്യ ഓൾറെഡി ക്യാപ്ചർ ചെയ്ത് റഷ്യയുടെ അണ്ടറിലുള്ള സ്ഥലങ്ങളാണ്. ഇനി ഇതിനകത്ത് ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന സ്ഥലം മാത്രമാണ് ഉക്രൈൻ്റെ ഡോമിനേഷനിലുള്ളത്. അതായത് ഉക്രൈൻ സോൾജേഴ്സ് ആ ഏരിയയിലാണ് അവരുടെ ഫ്രണ്ട് ലൈൻ ഉള്ളത്. അപ്പോൾ അത് വളരെ കുറച്ചേ ഉള്ളൂ. 1-2 സ്ഥലങ്ങളിലേ ഒരു നീല കളർ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ഈ ബ്ലൂ കളർ കാണാൻ കഴിയുകയുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ യെല്ലോ കളർ എന്ന് പറയുന്നത് റഷ്യയുടെ ഫ്രണ്ട് ലൈനാണ്. റഷ്യയുടെ ഫ്രണ്ട് ലൈൻ വളരെ അഗ്രസീവായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ റഷ്യയുടെ 200 സോൾജേഴ്സിനെ ഉക്രൈൻ ഏതോ വേപ്പറൈസ് ബോംബിട്ട് തകർത്ത് കളഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അൺകൺഫേംഡ് ആയിട്ടുള്ള, അതൊക്കെ തെളിവില്ലാത്ത വാർത്തകളാണ്. അതിൻ്റെ തെളിവ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. ഞാനൊരു കമൻറ്റ് വായിക്കുകയുണ്ടായി, ഇങ്ങനെ റഷ്യയുടെ സോൾജേഴ്സിനെ ഇങ്ങനെ ആവിയാക്കി കളഞ്ഞു ഉക്രൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് ഞാനിവിടെ വെക്കുന്ന മാപ്പ് നിങ്ങൾ കണ്ടോളൂ. 4 പ്രൊവിൻസുകളാണ് ഇതിന് മുമ്പ് റഷ്യയുടെ അണ്ടറിലുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 8 പ്രൊവിൻസുകളായിട്ട് മാറുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. റഷ്യ വളരെ നിർണായകമായിട്ടുള്ള മുന്നേറ്റം, അഡീഷണൽ ആയിട്ടുള്ള കാർക്കീവ് തൊട്ട് അഡീഷണൽ ആയിട്ട് ഈ ഫ്രണ്ട് ലൈനിൽ കാണിക്കുന്ന, ഈ ആരോ മാർക്കിൽ കാണിക്കുന്ന ഈ 4 സ്റ്റേറ്റുകളും ഇപ്പോൾ വീണ്ടും റഷ്യ കയറി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതായത് ഇനി നെഗോഷിയേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ പാടുപെടേണ്ടി വരും സെലൻസ്കി. അതാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.